പ്രായഭേദമന്യേ ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു രുചിയുള്ളൂ, ചോക്ലേറ്റ്. കയ്പും മധുരവും പ്രണയവും സൗഹൃദവും കലർന്ന ഈ രുചിക്കൂട്ടിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ജൂലൈ 7 ലോകമിന്ന് ലോക ചോക്ലേറ്റ് ദിനമായി ആചരിക്കുകയാണ്. ആമസോൺ തടങ്ങളിലും മധ്യ അമേരിക്കയിലുമാണ് ചോക്ലേറ്റിന്റെ അടിസ്ഥാനമായ കൊക്കോയുടെ ഉത്ഭവം. BC 1900-ങ്ങളിൽ ജീവിച്ചിരുന്ന മായൻ, ആസ്ടെക് സംസ്കാരങ്ങളിലെ ജനങ്ങളാണ് കൊക്കോ കുരുക്കൾ ആദ്യമായി ഉപയോഗിച്ചത്. എന്നാൽ അന്ന് ഇതൊരു മധുര പലഹാരമായിരുന്നില്ല. കൊക്കോ കുരുക്കൾ വറുത്തരച്ച് മുളകും വെള്ളവും ചേർത്തടിച്ച സോക്കോലാറ്റിൽ എന്ന കയ്പും എരിവുമുള്ള പാനീയമായിരുന്നു അത്. ദൈവങ്ങളുടെ ഭക്ഷണം എന്നാണ് അവർ കൊക്കോയെ വിശേഷിപ്പിച്ചിരുന്നത്. 1550 ജൂലൈ 7-നാണ് കൊക്കോ ആദ്യമായി യൂറോപ്പിലെത്തുന്നത്. പിന്നീട് വ്യാവസായിക വിപ്ലവത്തിന്റെ കാലത്താണ് പാലും പഞ്ചസാരയും ചേർത്ത് ഇന്ന് നമ്മൾ കഴിക്കുന്ന കട്ടി ചോക്ലേറ്റുകൾ രൂപപ്പെട്ടത്. ആ ചരിത്ര മുഹൂർത്തത്തിന്റെ ഓർമ്മയ്ക്കായി 2009 മുതലാണ് ജൂലൈ 7 ലോക ചോക്ലേറ്റ് ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. പ്രണയവും ചോക്ലേറ്റും തമ്മിൽ വേർപിരിയാനാകാത്ത ബന്ധമാണുള്ളത്. വികാരങ്ങൾ തുറന്നു പറയാൻ വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ ഒരു ചോക്ലേറ്റ് നീട്ടുന്നത് പ്രണയത്തിന്റെ ആഗോള ഭാഷയായി മാറി. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫിനൈൽ ഈതൈലാമീൻ എന്ന രാസവസ്തു മനുഷ്യനിൽ പ്രണയത്തിന്റെയും സന്തോഷത്തിന്റെയും വികാരങ്ങൾ ഉണർത്താൻ സഹായിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. കൂടാതെ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഡോപാമിൻ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും പങ്കാളികൾക്കിടയിൽ അടുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ചോക്ലേറ്റ് കഴിക്കുക മാത്രമല്ല, ലോകാന്തര നിലവാരമുള്ള ചോക്ലേറ്റ് നിർമ്മിക്കുക കൂടിയാണ് കേരളം. ഇടുക്കി, കോട്ടയം, മലപ്പുറം, വയനാട് തുടങ്ങിയ ജില്ലകളിലെ ഹൈറേഞ്ച് മേഖലകളിൽ വിളയുന്ന കൊക്കോയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡാണുള്ളത്. കേരളത്തിലെ കർഷകരിൽ നിന്ന് നേരിട്ട് കൊക്കോ ശേഖരിച്ച് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള B2 ബാർ പ്രീമിയം ചോക്ലേറ്റുകൾ നിർമ്മിക്കുന്ന നിരവധി സ്റ്റാർട്ടപ്പുകൾ ഇന്ന് കേരളത്തിലുണ്ട്. കൂടാതെ ലോക്ക്ഡൌൺ കാലം മുതൽ കേരളത്തിലെ വീട്ടമ്മമാരും ചെറുകിട സംരംഭകരും ചേർന്നൊരുക്കിയ ഹോംമെയ്ഡ് ചോക്ലേറ്റ് വ്യവസായം ഇന്ന് വൻ വളർച്ചയിലാണ്. രാസവസ്തുക്കൾ ചേർക്കാത്ത ശുദ്ധമായ ചോക്ലേറ്റുകൾക്ക് മലയാളി ഉപഭോക്താക്കൾക്കിടയിൽ ഇന്ന് വലിയ സ്വീകാര്യതയുണ്ട്. അമേരിക്കൻ കാടുകളിൽ തുടങ്ങി കേരളത്തിലെ മലയോരങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ ചോക്ലേറ്റിന്റെ യാത്ര ശരിക്കും ഒരു വിസ്മയമാണ്. ഈ ചോക്ലേറ്റ് ദിനത്തിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഒരു കഷ്ണം ചോക്ലേറ്റ് സമ്മാനിച്ച് സ്നേഹവും മധുരവും പങ്കുവയ്ക്കാം.